അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം കണ്ണാടിയിലൊക്കെ നോക്കി നിന്നിട്ട് നേരെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയേ. പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തുടങ്ങുകയും അങ്ങ് മേളീന്നൊരു വിളി, മേളെ ടെറസിലോട്ട് കയറി ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. പിന്നെ പല്ല് തേച്ചുകൊണ്ട് ഞാൻ നേരെ ടെറസിൽ പോയി അവിടെ നിന്ന് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് ചെറിയ രീതിയിലൊരു മേക്കപ്പും സ്കിൻ കെയറും പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടുവെക്കുകയൊക്കെ ചെയ്തേ. അപ്പോൾ നമ്മൾ ഇന്നലെ വിരിച്ചിട്ട് ബാക്കി തുണി മെഷീനകത്ത് തന്നെ ഇട്ടേക്കുമല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിക്കാമെന്ന് കരുതി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അതെല്ലാം ബക്കറ്റിനകത്ത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം ഞാൻ അതുവഴിയെല്ലാം വിരിച്ചിട്ട് അപ്പം മേളിൽ കൊണ്ട് വെയിലത്ത് വിരിക്കാം എന്നോർത്തായിരുന്നു. പിന്നെ ഇതെല്ലാം ചുമ്മിക്കൊണ്ട് മേളോട്ട് കയറി പോകണമല്ലോ എന്നോർത്തപ്പോഴത്തേക്ക് പിന്നെ മടിയായിപ്പോയി. പിന്നെ താഴെ തന്നെ അങ്ങ് വിരിച്ചിട്ടെ. ഇന്ന് എനിക്ക് അങ്കൻവാടി വരെ പോകേണ്ട ചെറിയൊരു അത്യാവശ്യമുണ്ട്. കുട്ടൂരിന് അമൃതം പൊടി വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയായേ. എന്നാൽ പിന്നെ അന്ന് അത് പോയി മേടിക്കാമെന്ന് കരുതി വേഗം മുറിയിലെ പണികളൊക്കെ തീർത്ത് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് അവിടെ എല്ലാം തൂത്തുവാരി ഇട്ടിട്ട് നേരെ ഹാളിലോട്ട് പോയി. ഹാള് ഞാൻ അത്ര അധികം അങ്ങോട്ട് വൃത്തിയാക്കാൻ നിന്നില്ല. കാരണം പിള്ളേരുള്ള വീടല്ലേ, എത്ര വൃത്തിയാക്കിയിട്ടാലും പിന്നെ അലമ്പാക്കുവേ. അവന് കാർ ഓടിച്ച് കളിക്കാനുള്ള എളുപ്പത്തിനാട്ടോ സോഫ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അല്ല ടി വി ചിലപ്പോൾ മറിഞ്ഞിങ്ങി പോരാൻ സാധ്യതയുണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരിയിട്ട് ബാക്കി അടുക്കളയിലെ പണിയൊക്കെ ചേച്ചി നോക്കിക്കോളും. പിന്നെ ഞാൻ ഓടിപ്പോയി കുളിക്കുകയൊക്കെ ചെയ്തു. മേക്കപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞു. കുട്ടൂനെ അപ്പോഴത്തേക്ക് ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഔട്ട്ഫിറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ വന്നിട്ട് നമ്മൾ നേരെ അങ്കൻവാടി ചെന്നു. അങ്കൻവാടിയിൽ ഒരു കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ടീച്ചറും ഇല്ലാഞ്ഞത് കാരണം ആയയാണ് അമൃതം പൊടിയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആയി അത് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം അവിടെ പിള്ളേർ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ നോക്കിയിട്ട് അമൃതം പൊടി മേടിച്ച് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ട് കയറി പോകുന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ചാമ്പ മരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചാമ്പങ്ങ കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അവൻ അത് പറിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഞാനിതൊക്കെ നോക്കി നിൽക്കട്ടെ. അപ്പം ഓക്കെ, ബായ്.